ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ ബിഗ് ബോസിന്റെ അവസാന ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയ തീരുമാനിക്കും. ആരൊക്കെയാണ് ടോപ്പ് 5, ആരൊക്കെയാണ് ടോപ്പ് 6 എന്ന് പറയുന്നത്. നമ്മുടെ അഭിഷേക് നിലവിൽ ഫൈനൽ വീക്കിലേക്ക് ടോപ്പ് എത്രയാണോ, ടോപ്പ് 6 ആണെങ്കിൽ ടോപ്പ് 6ലേക്ക്, ടോപ്പ് 5 ആണെങ്കിൽ ടോപ്പ് 5ലേക്ക്, ടോപ്പ് 7 ആണെങ്കിൽ ടോപ്പ് 7ലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു അഭിഷേക് മാത്രം. ബാക്കി 8 പേരും നോമിനേഷനിൽ വന്നിരിക്കുന്നു. ജിൻഡോ, ജാസ്മിൻ, അർജുൻ, ശ്രീതു, നോറ, സിജോ, സായി, അങ്ങനെ എല്ലാ ആളുകളും നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. ഈ നോമിനേഷൻ തീരുമാനിക്കും ആരുണ്ടാകും, ആരൊക്കെ ഇല്ലാതാകും എന്നുള്ള കാര്യം പ്രേക്ഷകരുടെ വോട്ടിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരാം. ഋഷിയുടെ പേര് മറന്നുപോയി, ഋഷിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണി ബോക്സ് ഈ ആഴ്ച വരികയാണ്. നാളത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ മണി ബോക്സ് കാണിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണിച്ചേക്കാം. എന്തായാലും മണി ബോക്സിന്റെ എൻട്രി ഫിക്സ് ആയി കഴിഞ്ഞു. നാളത്തെ തന്നെ ഇന്നത്തെ പ്രൊമോയിൽ എന്തായാലും മണി ബോക്സ് കാണിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. മലയാളത്തിൽ 10 ലക്ഷം രൂപ വരെയാണ് മാക്സിമം വെക്കാൻ സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ 10 ലക്ഷം രൂപയുമായി പുറത്തു പോകാൻ സാധ്യത മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ അത് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ സിജോ ഉണ്ട്, സായി ഉണ്ട്, ഋഷിയുണ്ട്. ഋഷിയെ അഭിഷേക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, മണി ബോക്സ് എടുത്തിട്ട് പോകും, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് വിളിച്ച് 1-2 വട്ടം വിലക്കുകയും ചെയ്തായിരുന്നു, വാണിംഗും കൊടുത്തായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്ന്. എന്തായാലും ഋഷിയുടെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിജോയും സായും ഇവരും ഒരു തീപ്പൊരിയുമായി ഇരിക്കുകയാണ്. നോറ ഈ ആഴ്ചത്തെ എവിക്ഷനെ കുറിച്ച് സംസാരിച്ചാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള എവിക്ഷനാണ്. കാരണം ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യത സിജോയും നോറയുമാണ്. ഇവര് രണ്ടും പോകാതെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ ബോക്സ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്നിട്ടും ഡബിൾ എവിക്ഷനുള്ള സാധ്യത വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ സായിക്കൊപ്പം ആര് പോകും എന്നുള്ള കാര്യത്തിലാണ് സംശയിക്കുന്നത്. കാരണം ഡേഞ്ചർ സോൺ അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള 1-2 പേരുടെ ലിസ്റ്റ് നോക്കാല്ലേ. ഋഷിയുണ്ട്, അതുപോലെ തന്നെ സിജോ ഉണ്ട്, അതുപോലെ തന്നെ ശ്രീതു ഉണ്ട്. ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ സായിക്കൊപ്പം എവിക്റ്റ് ആവാനുള്ള സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നു. നിലവിൽ ജാസ്മിന്, ജിൻഡോ, അർജുൻ ഈ 3 പേരും സേഫാണ്. എവിക്ഷന് വന്നാൽ അവർ 3 പേരും സേഫാണ്. നിലവിൽ അഭിഷേക് ഒരു സേഫാണ്. ആ 4 പേര് സേഫാണ്. ഒരാൾ മണി ബോക്സ് എടുത്തിട്ട് പോയാൽ ബാക്കിയുള്ള 3 പേര്, സായി ഉണ്ട്, ഇപ്പൊ ഋഷിയാണ് എടുക്കുന്നതെങ്കിൽ സായി ഉണ്ട്, അതുപോലെ സിജോ ഉണ്ട്, ശ്രീതു ഉണ്ട്. ഈ 3 പേരിൽ നിന്ന് 2 പേര് എവിക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അഭിഷേകിന്റെ ഫാൻസ് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അഭിഷേക് നിലവിൽ നമ്മൾ പൊസിഷൻസ് ഒക്കെ ഏറ്റവും വരെ വന്നിട്ടുള്ള എല്ലാ വോട്ടിങ്ങും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജിൻഡോ, ജാസ്മിൻ വാസ്റ്റസ് ആയിരിക്കും 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള യുദ്ധം നടക്കുക. 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള യുദ്ധം നടക്കുക അർജുനും അഭിഷേകും തമ്മിലായിരിക്കും. നിലവിൽ അഭിഷേക് 3ാം സ്ഥാനത്തേക്ക് 1, 2 സ്ഥാനത്തിന് വേണ്ടി ജാസ്മിനും ജിൻഡോയും, 2, 3, 4 സ്ഥാനത്തിന് വേണ്ടി അർജുനും അഭിഷേകം തന്നെയായിരിക്കും. അപ്പോൾ ആ അർജുനെ തള്ളി 3ാം സ്ഥാനത്തേക്ക് അഭിഷേക് വരണമെങ്കിൽ അർജുൻ്റെ വോട്ടിംഗ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ ശ്രീതു അവിടെ വേണം. അതുകൊണ്ട് അഭിഷേക് ആർമിക്കാർ ശ്രീതുവിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വലിയ രീതിയിൽ കാണുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ സായി എവിടെ നിൽക്കുകയാണെങ്കിൽ സിജോയുടെ വോട്ട് സ്പ്ലിറ്റ് ആകുന്ന ഒരു കണക്കുകൂട്ടൽ ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ തന്റെ ഇഷ്ട മത്സരാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ വിവിധ ഐഡിയോയുമായിട്ട് പല ആർമിക്കാരും ഇങ്ങനെ പറന്നു പോവുകയാണ്. എന്തായാലും മണി ബോക്സ് ഒരു നിർണായക ഘട്ടമായിരിക്കും. അതിൽ ഋഷിയാണ് മണി ബോക്സ് എടുക്കുന്നതെങ്കിൽ ജിൻഡോയ്ക്കൊരു കുറച്ചുകൂടി വോട്ടുകൾ ജിൻഡോയിലേക്ക് വരാനുള്ള സാധ്യത വളരെ വലുതാണ്. അല്ലെങ്കിൽ ഋഷിയെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ജിൻഡോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അഭിഷേകിനെ ഇഷ്ടപ്പെടുന്നവരും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഋഷി പോവുകയാണെങ്കിൽ ആ വോട്ടുകൾ ജിൻഡോയിലേക്ക് വരാനുള്ള സാധ്യത വളരെ വലുതായിട്ടും കാണപ്പെടുന്നു. എന്തായാലും മണി ബോക്സ് ഈ ആഴ്ച ഉണ്ട്, നാളെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത എല്ലാം കാണുന്നു. എന്തായാലും ഇതിന്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ വീണ്ടും വരാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടെ പറയണേ, നോറയുടെ അറിയാൻ പ്രിപ്പയറായിട്ട് പറഞ്ഞത് അത് പൊട്ടി പാലീസായി പോയി. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി കമന്റായി രേഖപ്പെടുത്തുക.